ഇനിയുണ്ടല്ലോ മസ്താനി, ഇവൻ അവിടെ ഇരിക്കില്ല. അഭിമാനത്തിൽ വിശ്വസിക്കുന്നവനാണ്. ഇനി ഇവൻ അവിടെ ഇരുന്നാൽ അത് കോമഡിയാവും. എല്ലാവരും ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ എൻട്രൻസിൽ സീറ്റ് വിട്ട് ഇരുന്നവനാണ് ഇവൻ. ഇവനെ കണ്ടിട്ട് പോയാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നവനാണ്. ഞാൻ കയറി വന്നപ്പോൾ കാലും വെച്ച് ഇരിക്കുവാണ് അവിടെ. ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചതാണ്. അപ്പാനുഷരത്താണ്, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട്. അത്രയും പോലും ഒരു മനുഷ്യത്വം ഇല്ലാത്തവനാണ് ഇവൻ എന്ന് പറയുന്നുണ്ട്. അനീഷിനെ പറ്റിയാണ് അപ്പാനി എന്ന് പറയുന്നത്. അനീഷിനെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. മസ്താനിയോടാണ് പറയുന്നത്. അപ്പാനി എന്ന് പറഞ്ഞത് ഇയാളുടെ ഒറ്റപ്പെടൽ ഗെയിം ഒക്കെ പൊളിഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ മസ്താനി പറയുന്നുണ്ട്. ഹ്യൂമാനിറ്റിയുടെ വക്താക്കളായിട്ടുള്ള ഈ രണ്ടുപേരെ നിങ്ങളൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ഭയങ്കര ഹ്യൂമാനിറ്റിയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അവിടെ നെയ്പത്തിരിയോ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കിച്ചൺ ടീം. ഈ സമയത്ത് ജിഷിൻ പറഞ്ഞൊരു കാര്യം, അവിടെ ഇരിക്കുന്ന ആ മലരന് കൊടുക്കരുത് എന്ന്. അവനൊഴികെ ബാക്കി ആർക്ക് വേണമെങ്കിലും കൊടുത്തോ എന്ന്. മലരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ പര്യായമാണെന്ന് അറിയാം. അത് മനസ്സിലാക്കാനുള്ള വിവരമുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യത്വത്തിന്റെ വക്താക്കൾ അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പാനി, മസ്താനി നിപ്പുണ്ടായിരുന്നു. ഒരക്ഷരം പോലും എതിർത്ത് പറഞ്ഞില്ല. ആകെ അനുമോള് മാത്രമാണ് ഒരു നെയ്പത്തിരി എടുത്തുകൊണ്ട് അനീഷിന് കൊടുക്കുന്നതായിട്ട് കണ്ടത്. അനീഷ് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു മനസ്സ് അനുമോൾക്കുണ്ടായി. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. മനുഷ്യത്വത്തിന്റെ കൊട പിടിക്കുന്ന രണ്ടെണ്ണങ്ങൾ അവിടെ നിപ്പുണ്ടായിരുന്നു. അതിങ്ങൾക്കൊന്നും തോന്നാത്ത കാര്യമാണ് അനുമോൾ ആ ചെയ്തത്. അതിനെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അനീഷ് പിണങ്ങിയിരിക്കുവാണ് കേട്ടോ. എല്ലാവർക്കും ഇതിനെ അനീഷ് അവിടെ പിണങ്ങിയിരിക്കുവാണ് ഒരു സോഫയില്. ആ സീറ്റിങ്ങിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അത് പുള്ളി ഇതുവരെ വിട്ടിട്ടില്ല. അവിടെ പിണങ്ങി ഒരു മൂലയിൽ ഇരിക്കുവാണ്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അനീഷിന്റെ ഒരു എന്താ പറയാ, അനീഷ് ഇങ്ങനെ ഈ രീതിയിൽ മാറിയിരിക്കുന്നതും, അനീഷിനെതിരെയാണ് അവിടെ കളിക്കുന്നത് എല്ലാവരും തന്നെ. ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അനീഷിനൊഴികെ ബാക്കി ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുത്തോ, ഫുഡ് കൊടുത്തോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അത് പറഞ്ഞാൽ പോലും അവിടെ അനീഷിന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ല. അപ്പൊ അത്രയും ആ രീതിയിൽ ഒരു ടാർഗറ്റഡ് കളിയാണ് അനീഷിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഒരാഴ്ചയായിട്ട് കുറച്ചൊന്ന് കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഇനി ഇത് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.